ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് കഥയല്ല, കൃഷ്ണാനുഭവങ്ങളോ അല്ല പങ്കുവയ്ക്കുന്നത്. വളരെ ദാരുണമായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് കീഴിൽ നടക്കുന്ന ദാരുണമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഭഗവാന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ട്. ശബരിമല ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭഗവാന്റെ സ്വർണം കട്ടെടുത്തു, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളെയാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ഇതിലെ വ്യക്തികൾ, ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ 20-ൽ പരം ആളുകളുണ്ട്. തട്ടിപ്പിന് നേതൃത്വം നൽകിയത് വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും വളരെ വെൽ പ്രൊഫഷണലായിട്ടുള്ള അധ്യാപകരായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. റിട്ടയർഡായിട്ടുള്ള ഹെഡ് മിസ്റ്റേഴ്സ് വരെയുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മേഖലയിലൊക്കെയുള്ള പ്രമുഖരായ ആളുകൾ ഇതിൽ പങ്കാളികളാണ്. ഇതെല്ലാം ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിൽ വരുന്ന കേസുകളാണ്. പക്ഷേ ഈ കേസ് പോലും ഇന്ന് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള പണത്തിൻ്റെ സ്വാധീനം ഉണ്ടെന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിനെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന കുറച്ച് ഗുണ്ടാ സംഘങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവർ നിരവധി പേരെയാണ് പറ്റിച്ചിട്ടുള്ളത്. ഏകദേശം 20ഓളം ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇവർ പണം തട്ടിയിരിക്കുന്നത്. അധ്യാപക അനധ്യാപക പോസ്റ്റുകളിലേക്ക് 20 ലക്ഷവും 40 ലക്ഷവും 30 ലക്ഷവും ഒക്കെയാണ് ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഇവർ തട്ടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ക്രൂരമായിട്ടുള്ള ഈ ഒരു തട്ടിപ്പ് ഇപ്പോഴും പുറത്തുവിടാതിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തായാലും എത്ര മൂടിയാലും ഭഗവാന്റെ മുന്നിലാണ് നിങ്ങൾ ഈ കളിച്ചിട്ടുള്ളത്. ഇതിന് മറുപടി ഭഗവാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതിനുള്ള സമയം തന്നെ ആയിട്ടുണ്ട്. ഉടനെ തന്നെ അതിനുള്ള മറുപടി കിട്ടിയിരിക്കും നിങ്ങൾക്കൊക്കെ. നിരവധി ആളുകളുടെ കണ്ണീരുകളാണ്. ഭഗവാനെ വിശ്വസിച്ച്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇത് സത്യമാണെന്ന് വിചാരിച്ച് ഇത്തരം ചതിക്കുഴിയിൽ വന്നുപെട്ടിട്ടുണ്ട്. അവരുടെ സ്വർണവും പണവും എല്ലാം ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഒടുവിൽ ഇതെല്ലാം കള്ളത്തരമാണെന്ന് തെളിഞ്ഞു. ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ഇതിന് പങ്കാളികളാണ്. സ്കൂളിലെ ചില അധ്യാപകരും ഇതിൽ പങ്കാളികളാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന മെയിൻ ബ്രോക്കേഴ്സ് തന്നെ ഈ ഒരു ആളുകളുടെ കയ്യിൽ നിന്ന് പണം നേരിട്ട് കൈപ്പറ്റിയ ബ്രോക്കേഴ്സ്, അവർ വളരെ പ്രൊഫഷണലി വല്ല അധ്യാപകരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ നിലവിൽ അധ്യാപക വൃത്തിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, HM ആയവരുണ്ട്, HM ആയിട്ട് റിട്ടയർഡ് ആയ ആളുകളുണ്ട്. ഇതുപോലെ കോഴ വാങ്ങിയിട്ട് ജീവിക്കുന്ന HM ആയിട്ടും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ആയിട്ട് റിട്ടയർഡ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ആളുകൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന നിരവധി ആളുകൾ. ദേവസ്വം ബോർഡിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ക്രൂരകൃത്യത്തിൻ്റെ തെളിവുകളൊക്കെ തന്നെ അധികം വൈകാതെ നമ്മൾ പുറത്തു വിടുന്നതാണ്. എന്തായാലും കാത്തിരിക്കണം, എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം. ഈ ആളുകൾക്കൊക്കെ നീതി കിട്ടട്ടെ എന്നുള്ളതാണ്. ഈ ഇരകൾക്കൊക്കെ നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ അവരെ കൈവിടാതിരിക്കട്ടെ. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ.